കഴിഞ്ഞ ദിവസം പൂഞ്ചിൽ പോയപ്പോൾ അവിടെ കണ്ട ഒരു പ്രതിമയാണ് നമ്മളിപ്പോൾ പരാമർശിക്കാൻ പോകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ണി കെ വാര്യർ ഒപ്പിയെടുത്തിരുന്നു. സൈനിക കേന്ദ്രത്തിന് സമീപം റോഡിലെ ജംഗ്ഷന് സമീപം ആ പ്രതിമ കണ്ടിട്ടാണ് അതെന്താണ് എന്ന് അന്വേഷിച്ചത്. അത് ബ്രിഗേഡിയർ പ്രീതം സിംഗ്, സേവിയർ ഓഫ് പൂഞ്ച് എന്നാണ് ആ പ്രതിമ. പ്രീതം ട്രസ്റ്റും മുൻ സൈനികരും ചേർന്നിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പരാമർശിച്ചിരുന്നു. രജൌരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ 1947 വിഭജനത്തിന് തൊട്ട് പിന്നാലെ പാകിസ്ഥാൻ്റെ ഒരു ചരിത്രം തന്നെ ഇങ്ങനെയാണ് തോന്നുന്നു. വിഭജനം കഴിഞ്ഞ് സാധാരണഗതിയിൽ ആ രാജ്യമൊന്ന് കെട്ടിപ്പടുക്കാൻ അവിടുത്തെ ജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം കിട്ടിയ പട്ടാളത്തെയും കൊണ്ട് വീണ്ടും ഭാരതത്തിലേക്ക് ഇരച്ചു കയറാനാണ് അവർ ശ്രമിച്ചത്. അന്ന് അതിനൊപ്പം തന്നെ അവർക്കൊപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് വിമതരായ, അതല്ലെന്നുണ്ടെങ്കിൽ വനവാസികളായ പാകിസ്ഥാനിലെ ചില സേനാ വിഭാഗങ്ങൾ അവർ ഇതിനൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വന്ന് ഈ പൂഞ്ച് അടക്കം പിടിച്ചടക്കിയിരുന്നു. അപ്പോൾ ഇതിനിടയിലാണ് പ്രീതം സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള കുമാവോൺ റെജിമെൻറ്റുമായി അദ്ദേഹം ഇവിടെ വരുന്നത്. അതിൽ പറ്റിപ്പോയ സംഗതി, യുദ്ധത്തിനിടയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ട്രൂപ്പും ഇവിടെ ഒറ്റപ്പെടുകയായിരുന്നു. അപ്പോൾ പ്രീതം സിംഗിന് അതിന് മുമ്പൊരു വലിയ ചരിത്രമുണ്ട്. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ നിന്നുള്ള പ്രീതം സിംഗ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് ആർമിയിലെ ഓഫീസറായിരുന്നു. അദ്ദേഹം സിംഗപ്പൂരിൽ 1942 സിംഗപ്പൂർ യുദ്ധത്തിൽ പങ്കെടുത്തു. അവിടെ തടവുകാരനായി പിടിക്കപ്പെട്ടു, യുദ്ധ തടവുകാരനായി പിടിക്കപ്പെട്ടു. 6 മാസത്തിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് സുധീരമായി രക്ഷപ്പെട്ട് ഭാരതത്തിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. വടക്ക് കിഴക്കൻ മേഖലയിൽ മണിപ്പൂരിലാണ് അദ്ദേഹം വന്നെത്തിയത്. അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ധീരത പരിഗണിച്ച്, അദ്ദേഹത്തിൻ്റെ ശൗര്യം പരിഗണിച്ച് അദ്ദേഹത്തിന് അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ലഫ്റ്റനന്റ് കേണൽ എന്നുള്ള പദവി നൽകി മിലിറ്ററി ക്രോസ് സമ്മാനിക്കുകയും ചെയ്തു. MC എന്നുള്ള പദവി. അതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിനൊടുവിൽ ബ്രിഗേഡിയർ പ്രീതം സിംഗ് MC എന്ന്. ലഫ്റ്റനന്റ് കേണൽ എന്ന അദ്ദേഹത്തിന് പിന്നീട് ആണ് അദ്ദേഹം ഇവിടെ ഈ പട നയിച്ചെത്തുകയും ഈ ഒരു സംഘവുമായി നിന്ന് സുധീരം പോരാടി പൂഞ്ച് തിരിച്ചു പിടിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ്. ആ ഒരു വിവരണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിലുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ ഇന്നത്തെ പോലെയല്ല. അത്തരത്തിൽ ആശയവിനിമയ സംവിധാനം തകർന്നുകൊണ്ട് ആ ട്രൂപ്പ് ഒറ്റപ്പെട്ടു നിൽക്കുകയും ആ ട്രൂപ്പിനെ മുന്നിൽ നിന്ന് കഴിച്ചുകൊണ്ട് പൂഞ്ചിന്റെ കുന്തമണിയായി നിന്നുകൊണ്ട് ആ മേഖല പിടിച്ചെടുത്ത് സംരക്ഷിച്ചു നിർത്തി. അതാണ് സംരക്ഷിച്ചു നിർത്തി എന്നാണ്. പിടിച്ചെടുത്തിട്ട് കൈമാറുകയല്ല അദ്ദേഹം ചെയ്ത കാര്യം. അപ്പോഴും മറ്റു യൂണിറ്റുകളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുമായുള്ള ആശയവിനിമയം പുനഃസ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പ്രദേശത്തിൻ്റെ ഭരണം അങ്ങ് ഏറ്റെടുക്കുകയാണ്. അദ്ദേഹവും സൈന്യവും കൂടി ഭരണം ഏറ്റെടുത്തു. അവിടെ ആരോഗ്യത്തിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കി, താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി, നിയമ സംവിധാനം ഉണ്ടാക്കി, ഭക്ഷണ സപ്ലൈ ഉറപ്പാക്കുന്നു. അങ്ങനെ നയിച്ചു വന്ന ഒരു ഓഫീസർ മറ്റാർക്കും എത്തിപ്പെടാനാവാത്ത ഒരു പ്രദേശത്തെ സംരക്ഷിച്ചു നിർത്തി അവിടെ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. അവരുടെ താമസത്തിനും ഭക്ഷണത്തിനും ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാവുള്ളൂ. ഏറ്റവും ഒടുവിൽ മറ്റ് സേനയുടെ മറ്റ് വിഭാഗങ്ങളുമായി ബന്ധം പുനഃസ്ഥാപിച്ച ശേഷം 1948 നവംബറിലാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിന് ബ്രിഗേഡിയർ എന്നുള്ള സ്ഥാനക്കയറ്റം കിട്ടിയിരുന്നു. അദ്ദേഹത്തെ ഈ സൈന്യത്തിലെ തന്നെ മുതിർന്നവർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് സിംഹക്കുട്ടി എന്നാണ്, ഷേർ ബച്ച എന്നാണ്. ഇങ്ങനെ ഒരുപാട് സിംഹങ്ങൾ, ഒരുപാട് സിംഹക്കുട്ടികൾ, ഒരുപാട് ഷേർ ബച്ചമാർ, ഒരുപാട് ധീര പോരാളികളുടെ ചോരയും നീരും പ്രയത്നവുമാണ് ഈ നാട്, ഈ ഭാരതം, അഖണ്ഡ ഭാരതമായിരുന്ന ഈ ഭാരതം ഇന്നിങ്ങനെ നിലനിൽക്കുന്നതും തുടരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയുന്നതും അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ കഴിയുന്നതും. ഉചിതമായ ആദരം പൂഞ്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉചിതമായ ഒരു സ്മാരകം നിർമ്മിച്ചുകൊണ്ട്, അതും പൂഞ്ചിന്റെ ഹൃദയഭാഗത്ത്. ഞങ്ങൾ ആ സർക്കിളിൽ നിന്നപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതിമയും അതിന്റെ വിവരണവും ശ്രദ്ധിച്ചത്. ഉചിതമായിട്ടുള്ള ആ സ്മാരകം ഒരുക്കിക്കൊണ്ട് പൂഞ്ച് ഇന്നും ആ സിംഹക്കുട്ടി ഓർക്കുന്നുണ്ട്. പ്രദീപുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ അത്തരത്തിൽ നിരവധി സിംഹക്കുട്ടികളുടെ പ്രയത്നവും ദീർഘവീക്ഷണവും ഇടപെടലും സ്വന്തം ജീവൻ വകവയ്ക്കാതെ രാജ്യത്തിന്റെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നടത്തിയിട്ടുള്ള ത്യാഗങ്ങളുമാണ് രാജ്യത്തെ ഇന്ന് ഇത്തരത്തിൽ അഖണ്ഡമായി ചേർത്ത് നിർത്തുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള നിരവധി വിശേഷങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരവധി ആളുകളുടെ ഓർമ്മകളും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നമ്മൾ പൂഞ്ചിലും രജൌരിയിലും ശേഖരിക്കുന്നുണ്ട്. അത് അടുത്ത ദിവസങ്ങളിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.